വിഷുവിനി ദിവസങ്ങൾ മാത്രം. ആഘോഷം അടുത്തതോടെ പടക്ക വിപണിയും സജീവമായി. സാധാരണ പടക്കങ്ങൾക്കൊപ്പം ഇത്തവണ പുതിയ ഇനം പടക്കങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ ഓൺലൈൻ വഴിയുള്ള വിൽപ്പന കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പതിവ് പോലെ ചൈനീസ് പടക്കങ്ങൾക്കാണ് ഇക്കുറിയും ആവശ്യക്കാരേറെ. ഇതിനൊപ്പം കുട്ടികൾക്കായുള്ള പ്രത്യേക പടക്കങ്ങളും വിപണി കൈയടക്കുകയാണ്. വിലയിൽ മുൻവർഷത്തേക്കാൾ വലിയ വർധനയില്ലെന്നതും വൈവിധ്യമാർന്ന പുതിയ തരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ്. കമ്പിത്തിരിയിൽ വൈവിധ്യങ്ങളാണ് ഇത്തവണത്തെ പ്രത്യേകത. ഓൺലൈൻ വിപണി പടക്ക കച്ചവടക്കാരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് അഴീക്കോടുള്ള പടക്ക കച്ചവടക്കാരൻ പറയുന്നു. വിഷു വിപണി കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാ കൊല്ലവും നടക്കുന്ന പോലെയല്ല. കഴിഞ്ഞ വർഷം പോലെ തന്നെ ഒരു ഓൺലൈൻ പടക്കം വ്യാപാരമാണ് എല്ലാ ഷോപ്പുകാരെയും ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഒരു വില നിലവാരത്തിൽ തന്നെ സാധാരണ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയില്ല. കമ്പനിക്കാർ ഓരോ വർഷം കയറ്റുന്നുണ്ട്. എന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്ത പോലെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു സമ്മാന പദ്ധതി കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ 500 രൂപേൻ്റെ പർച്ചേസിനും സമ്മാന പദ്ധതി കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു 990 രൂപയ്ക്ക് ഒരു 16 ഐറ്റംസ് ഉള്ളൊരു കിറ്റ്, ഒരു ഫാമിലി കിറ്റും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ. വെറൈറ്റി സാധാരണ നമ്മൾ കൊടുക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് കമ്പിത്തിരികളിൽ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട്. ഒന്നും തന്നെ 5 തരത്തിൽ കറങ്ങുന്ന കമ്പിത്തിരികളും, പിന്നെ പീക്കോക്ക്, പിന്നെ ക്രാക്ലിംഗ് കമ്പിത്തിരി, പിന്നെ വിസിൽ റോക്കറ്റ്, വിസിൽ വാണ, ഒരുപാട് അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. പതിവ് പോലെ കുട്ടികളുടെ പ്രിയപ്പെട്ട പൂത്തിരിയും കമ്പിത്തിരിയും വിവിധ ഇനങ്ങളിൽ വിപണിയിലുണ്ട്. മാലപ്പടക്കം, ചക്രം, കയർ തുടങ്ങിയ പതിവ് താരങ്ങളും ഒപ്പമുണ്ട്. വിഷു അടുക്കുന്നതോടെ പടക്ക കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.